PMA സലാം പറയുന്നത് CPM വർഗീയ പാർട്ടിയാണ് എന്നാണ്. PMA സലാം മുസ്ലിം ലീഗ് നേതാവാണ്. അദ്ദേഹമാണ് പറയുന്നത് മുസ്ലിം ലീഗിൽ മുസ്ലിങ്ങളല്ലാത്ത ചില ആളുകളെയൊക്കെ അവർ അവിടെ നിന്നൊക്കെ പിടിച്ചു വെക്കും എന്നല്ലാണ്ട് മുസ്ലിങ്ങളല്ലാത്ത ആരും അതിനകത്തില്ല. അതുകൊണ്ടൊരു വർഗീയ പാർട്ടിയാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് മുസ്ലിം പാർട്ടിയാണ്. CPM അങ്ങനെ എന്തായാലും ഒരു വർഗീയ പാർട്ടിയല്ല. ചില സമയത്ത് വർഗീയ പ്രീണനം അവർ നടത്താറുണ്ട്. മുസ്ലിങ്ങളെ ചില സമയത്ത് പ്രീണിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പ്രീണനം ഉണ്ടാകും. ഇതൊക്കെ ആ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ മുസ്ലിം ലീഗ് നേതാവ് സലാം പറയുന്നത് പോലെ CPM ഒരു വർഗീയ പാർട്ടിയാണോ എന്ന് കേരളത്തിലെ ജനങ്ങളോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമല്ല എന്ന് തന്നെയായിരിക്കും. എന്നാൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ പലരും പറയും അത് വർഗീയ പാർട്ടിയാണ് എന്ന്. മുസ്ലിം ലീഗിൻ്റെ പല ഗുണങ്ങൾ എന്ന് പറയുന്നത് തീവ്ര മുസ്ലിം വർഗീയതയെ തടുത്തു നിർത്തുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക് വലുതാണ്. അതാണ് എനിക്ക് മുസ്ലിം ലീഗിനോടുള്ള ഒരു ബഹുമാനത്തിൻ്റെ അടിത്തറ എന്ന് പറയും. പക്ഷേ അതുകൊണ്ട് മുസ്ലിം ലീഗിനെ മറ്റ് മതേതര പാർട്ടികളെ വർഗീയ പാർട്ടികളെന്ന് ചിത്രീകരിക്കാനായിട്ടുള്ള അവകാശം ലഭ്യമാകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകേണ്ടതാണ്. നിലവിൽ അത്തരത്തിലൊരു പ്രസ്താവന PMA സലീമിൽ നിന്ന് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം AK ബാലൻ പറഞ്ഞ പ്രസ്താവന തന്നെയാണ് അതിൻ്റെ കാരണം. ബാലൻ എങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബാലൻ പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അതിൽ ഒരു മുസ്ലിം ആധിപത്യമുണ്ടാവും എന്നാണ് മുസ്ലിം ലീഗിനെ മുന്നിൽ വെച്ച് ബാലൻ പറയാൻ ആഗ്രഹിച്ചത്. ബാലൻ്റെ ഒരു പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സിൽ തീർച്ചയായിട്ടും വർഗീയതയുണ്ട്. അതുകൊണ്ടാണ് ബാലനത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഈ മുസ്ലിം ആധിപത്യം എന്ന് പറയുന്നത് പലപ്പോഴും പ്രകടമായിട്ടുള്ളതാണ്. കാരണം മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഒക്കെ ഭരിച്ചിരുന്ന കാലത്തൊക്കെ അവരുടെ ഓഫീസിൽ പോയാൽ പോലും നമുക്ക് മുസ്ലിങ്ങളല്ലാത്ത ഒറ്റയാളെയും കാണില്ല. മുഴുവൻ പേരും മുസ്ലിങ്ങൾ തന്നെയായിരിക്കും. അതവർ ശ്രദ്ധിക്കാറില്ല. അവരത് ശ്രദ്ധിക്കണം. കാരണം അവരുടെ വകുപ്പിൽ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അവരുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റും മറ്റുമൊക്കെ ആയിട്ട് വെക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അതൊരു മുസ്ലിം ഡിപ്പാർട്ട്മെൻറ്റായി പോയില്ലേ. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ഡിപ്പാർട്ട്മെൻറ്റായി പോകുന്നത് കേരളത്തിലെ ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് തിരുത്തുക എന്ന് പറയുന്നത് അവർ ശ്രദ്ധിക്കേണ്ട, ഇനി ഭരണത്തിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവർ പറയുന്നത് ഇപ്പോൾ CPM കേരളത്തിൽ കാലഹരണപ്പെട്ടു, അതുകൊണ്ട് കേരളത്തിൽ വലിയ അരാജകത്വം സൃഷ്ടിച്ച് അക്രമം സൃഷ്ടിച്ച് അധികാരത്തിൽ എത്താനായിട്ടുള്ള CPMൻ്റെ ആർത്തി മാത്രമാണ് ഇത്തരം പ്രസ്താവനകളുടെ പുറത്തു വരുന്നത് എന്നാണ്.